ഹലോ. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കൊരു പുതിയ പച്ചമാങ്ങ കൊണ്ടൊരു പച്ചമാങ്ങ പച്ചടി വെച്ചാലോ? അതും സ്വന്തം അമ്മയുടെ സ്റ്റൈലിൽ കേട്ടോ. അമ്മയാണ് വെക്കുന്നത്. ഞാൻ നാട്ടിൽ പോയപ്പോൾ എൻ്റെ അമ്മയുടെ കൈ കൊണ്ട് എനിക്ക് നല്ലൊരു പച്ചമാങ്ങ പച്ചടി കറി കഴിക്കാൻ പറ്റി. അപ്പോൾ അപ്പൂസ് ഗ്രേസി വേൾഡിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ പാലക്കാടൻ തനിമയുള്ള ഒരു പച്ചമാങ്ങ പച്ചടി കറിയിലേക്ക് നമുക്ക് പോയാലോ? നമുക്ക് മൂവാണ്ടം മാങ്ങയായിരുന്നു കേട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിൽ ഒന്ന് രണ്ടെണ്ണം ചെനഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് മൂത്തിട്ടുണ്ടായിരുന്നു. അതാണ് അപ്പു കാണിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ, മഞ്ഞ കളറ്. അപ്പം നമുക്ക് പാലക്കാടൻ സ്റ്റൈൽ പച്ചമാങ്ങ പച്ചടി കണ്ടാലോ? അതിനായി കുറച്ച് മുറിച്ച മാങ്ങ, പിന്നെ 3 തണ്ട് കറിവേപ്പില, പിന്നെ ഒരു 2-3 വറ്റൽമുളക് കേട്ടോ. ഒരു ചീനച്ചട്ടിയെ അടുപ്പിൽ വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച ശേഷം നമ്മുടെ വറ്റൽമുളക് ഇട്ട് കൊടുക്കാമേ. അത് കഴിഞ്ഞിട്ട് തണ്ടോട് കൂടി തന്നെ കേട്ടോ അമ്മ കറിവേപ്പില ഇട്ടിരിക്കുന്നത്. അങ്ങനെ 3 തണ്ട് കറിവേപ്പില ഇട്ട് കുറച്ച് കടുക് പൊട്ടിക്കാമേ. കടുക് അമ്മ ഇട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇപ്പോൾ കടുക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് നന്നായി ഇളക്കി കൊടുത്തിട്ട് കടുകൊക്കെ പൊട്ടി വന്ന ശേഷം നമുക്ക് നമ്മുടെ മെയിനായിട്ടായിട്ടുള്ള നമ്മുടെ പച്ചമാങ്ങ മുറിച്ചത് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതിലേക്ക് മഞ്ഞൾപ്പൊടി അങ്ങനെയുള്ള ഐറ്റംസ് ഒന്നും ഇടുന്നില്ല കേട്ടോ. അതൊക്കെ നമുക്ക് അരപ്പ് തയ്യാറാക്കുമ്പോൾ റെഡിയാക്കാമേ. ഇനി ഇങ്ങനെ കുറച്ച് നേരം എണ്ണയിൽ ചെറുതായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം കേട്ടോ. നമ്മളിതിൽ ഉപ്പും അങ്ങനെ ഇട്ടിട്ടില്ല, നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല. ഇപ്പം നമ്മൾ ഉപ്പിടുന്നില്ല. ഇനി നമുക്ക് ഒരു പിടി തേങ്ങ മതി കേട്ടോ. നമുക്കൊരു പിടി തേങ്ങയും കുറച്ച് ജീരകവും കടുകും പച്ചമുളകും ഒക്കെ ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാനുണ്ട്. അപ്പോൾ ഇപ്പം നമുക്ക് ഇത് ഇളക്കിക്കൊണ്ടിരിക്കുന്ന നേരം തേങ്ങ ചിരവാം. ഇതിൻ്റെ ഇടയിൽ അമ്മ ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ജസ്റ്റ് അധികം വെള്ളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല, ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്കൊന്ന് ജസ്റ്റ് ഇളക്കി കൊടുത്ത ശേഷം നമുക്കൊന്ന് മൂടി വെച്ചിട്ട് വേവിക്കാം കേട്ടോ. ഒരു 5 മിനിറ്റൊക്കെ മൂടി വെച്ചാൽ മതി. ഇനി 5 മിനിറ്റിന് ശേഷം ചെറുതായിട്ടൊന്ന് വാടി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഒരു സ്പൂണ് പഞ്ചസാര ഇടാവേ. നമ്മുടെ മൂവാണ്ടൻ മാങ്ങ ആയതുകൊണ്ടും ചെനഞ്ഞിട്ടുള്ളത് കൊണ്ടും അധികം പുളിപ്പില്ല. അതുകൊണ്ട് നമുക്ക് ഒരു ടീസ്പൂൺ കുറച്ച് പഞ്ചസാര ഇട്ടാൽ മതി കേട്ടോ. നല്ല പുളിയുള്ള മാങ്ങയാണെങ്കിൽ ഒരു 1.5 സ്പൂണൊക്കെ പഞ്ചസാര ഇട്ടോളൂ. നമ്മൾ പഞ്ചസാര ഇട്ടോ ഇതിലിടുന്നത്, കാരണം ശർക്കര ഇട്ട് വെച്ച കളർ മാറും കറിയുടെ. ഇനി അത് കഴിഞ്ഞ് നമുക്ക് അരപ്പിനുള്ളത് തയ്യാറാക്കാവേ. അരപ്പിനായി നമുക്ക് ഒരു പിടി തേങ്ങ ചിരവിയത് മതി കേട്ടോ. കുറച്ച് മതിയേ, കുറച്ച് കറിയല്ലേ ഉണ്ടാക്കുന്നുള്ളൂ. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ, അതായത് കുറച്ച് ജീരകം കേട്ടോ. അധികം ജീരകം ഇട്ടാൽ ശരിയാവില്ല. അതുപോലെ 2 നല്ല എരിവുള്ള പച്ചമുളക് ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ നമ്മൾ അടുത്ത് ഇടാൻ പോണത് ഒരു വെറൈറ്റി ഐറ്റം കടുകായിരുന്നു കേട്ടോ ഇട്ടത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ മാങ്ങ അത്ര പുളിയൊന്നും ഇല്ലാത്തത് കൊണ്ട് ഒരു 3-4 സ്പൂൺ നല്ല പുളിയുള്ള തൈര് ഒഴിക്കുന്നുണ്ട് കേട്ടോ. ഇതാ ടീസ്പൂണിൽ അത്രയൊന്നും വരുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ എല്ലാം കൂടെ കൂട്ടിയാൽ മൊത്തത്തിലൊരു 2.5-3 സ്പൂൺ അത്രേ വരുന്നുള്ളൂ. അങ്ങനെ തൈര് നമ്മൾ ഒഴിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് നമ്മുടെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം കേട്ടോ. അതുപോലെ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടില്ല. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കറിയിൽ ഉപ്പിട്ടിട്ടില്ല എന്ന്. അപ്പോൾ അരപ്പിലാണ് നമ്മൾ ഉപ്പ് ചേർത്തിരിക്കുന്നത്. ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റായിട്ട് നമ്മൾ ഒരു 1/4 ടീസ്പൂണിൽ കുറച്ച് കൂടുതലായിട്ട് നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത് ചെറിയ സ്പൂണാണ്. അപ്പോൾ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇത് എന്നിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാവേ. നന്നായിട്ട് അരഞ്ഞിട്ട് തന്നെ ഉണ്ട് കേട്ടോ. അത് കടുകിൻ്റെ കളറാണ് കാണുന്നത്, കുഞ്ഞി ബ്ലാക്കായിട്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ കറി നന്നായി വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ അരയ്ക്കണ ആ സമയം തന്നെ നമുക്ക് ഉള്ളൂ കേട്ടോ. കറിയൊക്കെ നന്നായി പെട്ടെന്ന് മാങ്ങയൊക്കെ വേകുന്നുണ്ട്. അപ്പോൾ അരപ്പ് അതിലേക്ക് ഒഴിച്ചിട്ട് നന്നായി ഒന്ന് ഇളക്കിയ ശേഷം നമ്മുടെ കറി ഇനി ഒരു 5 മിനിറ്റും കൂടെ വേണ്ട, പെട്ടെന്ന് 2-3 മിനിറ്റിൽ ഒന്ന് ഈ അരപ്പൊന്ന് തിളയ്ക്കണ വരെ മാത്രം കേട്ടോ. ഇത് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കറി ഏകദേശം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ 2 മിനിറ്റ് തിളച്ചതിന് ശേഷം നമ്മൾ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇതിനി കടുക് തളിക്കലൊന്നും വേണ്ട, ഓൾറെഡി കടുക് തളിച്ചുകൊണ്ട് നമുക്ക് ആ പണിയെല്ലാം കുറഞ്ഞ് കിട്ടി. അപ്പോൾ ഈസി ആയിട്ട് ഒരു 5-10 മിനിറ്റ് ഒന്നും വേണ്ട. മാങ്ങയും തേങ്ങയൊക്കെ ചിരവേണ്ട ആ ഒരു സമയം മാത്രമേ ഉള്ളൂ. മാങ്ങ മുറിക്കാൻ ഈസിയാണല്ലോ 2 മിനിറ്റ്. മൊത്തത്തിൽ ഈസി ആയിട്ട് ഉണ്ടാക്കിയ ഒരു കറിയായിരുന്നു കേട്ടോ. 10 മിനിറ്റും കൂടെ അങ്ങനെ ഉണ്ടായിരുന്നില്ല. അമ്മയും പേരക്കുട്ടിയും ഒക്കെ കഥ പറഞ്ഞിരിക്കുമ്പോഴേക്കും തന്നെ കറിയായി കേട്ടോ. അപ്പോൾ അതേ അടിപൊളിയായിട്ട് കറി നമ്മൾ വേറൊരു പാത്രത്തിൽ പകർത്തി വെച്ചിട്ടുണ്ട്. എങ്ങനെയുണ്ട്? നല്ല ആവി പറക്കുന്ന കറി കാണുമ്പോൾ നല്ല ഇഷ്ടമായോ? എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി കഴിക്കാറുണ്ടോ? ഇങ്ങനെയാണോ മാങ്ങ പച്ചടി നിങ്ങളുടെ അവിടെ വയ്ക്കുക? എനിക്ക് കുറച്ച് കടിച്ച് കഴിക്കാൻ ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ഇത്രയും വലിയ പീസാക്കിയിരിക്കുന്നത്. ഇതെൻ്റെ അമ്മയുടെ സ്വന്തം സ്പെഷ്യൽ കറി ആയതുകൊണ്ട് എനിക്കും സ്പെഷ്യലാണ്. നിങ്ങൾ ഇങ്ങനെയാണോ നിങ്ങളുടെ മാങ്ങ പച്ചടി വെക്കാമെന്നൊന്ന് പറഞ്ഞു തരണം കേട്ടോ.
അതുപോലെ തന്നെ എല്ലാവർക്കും ഈ കറി ഇഷ്ടമായോ എന്നൊക്കെ ഒന്ന് പറയണേ, കമൻറ്റ് ചെയ്യണേ. നമ്മളിങ്ങനെയാണ് ഇവിടെ വെക്കാറുള്ളത്. എല്ലാവരും ഒന്ന് സബ് ചെയ്യണം, കൂട്ടാക്കണം. പുതിയൊരു ഐറ്റം ആയിട്ട് വരാമേ. താങ്ക് യു.